എല്ലാവർക്കും യേശുക്രിസ്തുവിനുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ജസ്റ്റ് രണ്ട് വരി ഒരു പഴയ പാട്ടിൻ്റെ വരികൾ പാടി ഞാൻ ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൻ്റെ പേര് ഉണർവിൻ അഗ്നി. അഗ്നിയെക്കുറിച്ചാണ് ഞാനിന്ന് രാവിലെ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ചേർന്ന് പറ അഗ്നി. ഹല്ലേലൂയ. അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് പ്രിയരെ, അതുണ്ടെങ്കിൽ സകലതുമുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. വേഗം വരാം എന്നുരച്ച നാഥാ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിയിടുന്നേ. വേഗം വരാമെന്നുരച്ച നാഥാ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിയിടുന്നേ. ഇപ്പോൾ വരുമോ പ്രാണപ്രിയ, കണ്ടിടുവാൻ പ്രാണപ്രിയ, കണ്ടിടുവാൻ വേഗം വരാമെന്നു രക്ഷനാഥ. ഓ ലോർഡ് ജീസസ്, മങ്ങിടുന്നേ വരാമെന്നു എല്ലാ കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി അവന്റെ തിരുസാന്നിധ്യത്തിൽ നന്ദി പറഞ്ഞാട്ടി. മങ്ങിടുന്നേ ഇപ്പോൾ വരുമോ പ്രാണപ്രിയ, കണ്ടിടുവാൻ എപ്പോൾ വരുമോ പ്രാണപ്രിയ, വേഗം വരാമെന്നു രക്ഷനാഥ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നു രക്ഷനാഥ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ. ഇപ്പോൾ വരുമോ പ്രാണപ്രിയ, എല്ലാവരും ചേർന്ന് പാടുക, വായി തുറന്ന് പാടുക. കണ്ടിടുവാൻ വേഗം വരാമെന്നു രക്ഷ. എല്ലാവരും എഴുന്നേറ്റാട്ടെ ദൈവസന്നിധിയിൽ. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. എല്ലാവരും എഴുന്നേൽക്കുക. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തന്റെ ജനത്തെ തൊടുവാനാണ്. ആരും അവന്റെ സാന്നിധ്യവുമായി നിൽക്കുന്ന ആരെയും ലൈഫേ ഉള്ളൂ. ഈ ഒരു ലൈഫ് യേശുവിന് വേണ്ടി, ഈ ഒരു ലൈഫ് അഭിഷേകത്തിന് വേണ്ടി. പ്രാണപ്രിയ, എപ്പോൾ വരുമോ പ്രാണപ്രിയ, കണ്ടിടുവാൻ ഈ ലോകരാക്ഷേപം ചൊല്ലിയാലോ, ദുഷ്ടൻ പരിഹാസം ഓതിയാലോ, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലോ, ദുഷ്ടൻ പരിഹാസം ഓതിയാലോ, പോയതായ മാധവതി, പ്രാണനാഥേ പോയതായ മാധവതി. എന്നോട് കർത്താവ് വ്യക്തമായി ഇടപെടുന്നു. ഉടഞ്ഞ കുറെ ആൾക്കാർ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഉടഞ്ഞ കുറെ ആൾക്കാർ തകർന്നു. നീ തന്നെ നിന്റെ ദുഃഖം കടിച്ചു പിടിച്ച്, നീ തന്നെ നിന്റെ വേദന പിടിച്ചൊതുക്കി, എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഞെരുങ്ങി നിൽക്കുകയാണ്.
കർത്താവ് പറയുന്നു, നിനക്കൊരു പ്രസംഗമല്ല ആവശ്യം, നിന്റെ മേൽ ഒരു അഗ്നി വീഴാൻ പോവാ. നിന്റെ മേൽ ഒരു അഗ്നി വീഴാൻ പോവാ. അത് ആത്മാവിന്റെ അഗ്നിയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങളും പരിശുദ്ധാത്മാവും അല്ലാതെ മറ്റൊരാളിന്ന് പകൽ ഇവിടെ ഉണ്ടാകരുത്. ഒത്തിരി സാമ്പത്തിക ഞെരുക്കം, ഒത്തിരി ബുദ്ധിമുട്ടും, ഒത്തിരി ഞരക്കങ്ങളും, എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഉടഞ്ഞ കുറെ പാത്രങ്ങൾ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവം ഉപയോഗിച്ചവർ മുഴുവൻ ഉടഞ്ഞവരായിരുന്നു. ദൈവം വെളിപ്പാട് കൊണ്ട് നിറച്ചവർ മുഴുവൻ പണമുള്ളവരല്ലായിരുന്നു, ഉടഞ്ഞവരായിരുന്നു. ദൈവം ഉപയോഗിച്ചവരെ ആമേൻ മിടുക്കന്മാരല്ലായിരുന്നു, ഉടഞ്ഞവരായിരുന്നു. ഇന്ന് നീ തെക്കും പക്കും നോക്കി നിൽക്കാതെ ഒരു അച്ചാച്ചന്റെ മുഖത്ത് നീ നോക്കരുത്. സീനിയർ പേഴ്സണാലിറ്റി ഉള്ളവരുടെ മുമ്പിൽ നോക്കി നിൽക്കരുത്. വായി തുറന്നവനെ വിളിക്കുക, ഹോളി സ്പിരിറ്റ്. കുടുംബ ജീവിതത്തിൽ ഉടഞ്ഞവരുണ്ടോ? സാമ്പത്തിക മേഖലയിൽ ഉടഞ്ഞവരുണ്ടോ? തലമുറയോട് ബന്ധപ്പെട്ട് ഉടഞ്ഞവരുണ്ടോ? മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ഉടഞ്ഞവരുണ്ടോ? പ്ലാറ്റ്ഫോമിൽ എന്തോ നടക്കാൻ പോകുന്നു എന്ന ചിന്തയിൽ ആരും ഇങ്ങോട്ട് നോക്കി നിൽക്കണ്ട. ജഡീകന്മാരെ ദൈവത്തിന് വേണ്ട, പ്രാകൃതന്മാരെ ദൈവത്തിന് വേണ്ട, ആരുടെയെങ്കിലും ഏജൻസിയായി വന്നവരെ ദൈവത്തിന് വേണ്ട. ഏജൻസികളെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് രാവിലെ ആരാധിക്കുന്നവരോട് ചേർന്ന് നീ ആരാധിക്ക്, സ്തോത്രം ചെയ്യുന്നവരോട് ചേർന്ന് നീ സ്തോത്രം ചെയ്. ഉടഞ്ഞ പാത്രങ്ങളെ അവന്റെ ശക്തി ഇറങ്ങട്ടെ. അഗ്നിയെക്കുറിച്ചൊരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോകുന്നു. തുറക്കുക അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, അതിന്റെ 3-ാമത്തെ തിരുവചനം ദയവായി നിങ്ങൾ വായിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എല്ലാ ദൈവമക്കളും തുറക്കുക. നമുക്ക് വളരെ നന്നായി അറിയാവുന്ന തിരുവചനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, അതിന്റെ 3-ാമത്തെ വചനം ദയവായി പരസ്യമായി ആരെങ്കിലും വായിച്ചാൽ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആമേൻ. ചേർന്ന് പറ, ഓരോരുത്തന്റെ മേൽ. കമോൺ, ഓരോരുത്തന്റെ മേൽ. ഹല്ലേലൂയ. എന്താണ് പതിഞ്ഞത്? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ചേർന്ന് പറ, അഗ്നിജ്വാല. കരം ഉയർത്തി പറ, അഗ്നിജ്വാല. ഇത്രയും പേര് പറഞ്ഞാൽ ഇത്രയും ശബ്ദമല്ല കേൾക്കണ്ടേ. ഒന്നുകൂടെ ശ്രമിച്ചാൽ കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയാം, അഗ്നിജ്വാല. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷം. മാളിക മുറിയിലെ അനുഭവമാണ്, മാളിക മുറിയിലെ സംഭവമാണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. കാത്തിരിക്കുക ശുദ്ധാത്മാവിന് വേണ്ടി. ഇന്ന് എനിക്ക് ഹൃദയംഗമായി ദൈവമക്കൾക്ക് കൈമാറാനുണ്ട്. നിങ്ങളുടെ എന്ത് പ്രാർത്ഥന വിഷയമാണെങ്കിലും ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാതെ പരിശുദ്ധാത്മാവിനോട് ഇന്ന് കാത്തിരുന്നേ. നിങ്ങൾക്കൊരു വിദേശയാത്ര ആവശ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തിക മേഖല നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു നന്മ ആവശ്യമാണ്. നിങ്ങളുടെ ഭവനത്തിൻ്റെ പണിക്കൊരു നന്മ ആവശ്യമാണ്. നിങ്ങൾ ആ വിടുതലിന് വേണ്ടി കാത്തിരിക്കാതെ ഈ വിഷയത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ഉടനെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ വീടിൻ്റെ പണിയും പരിശുദ്ധാത്മാവുമായിട്ട് എന്താ പാസ്റ്റർ ബന്ധം? അങ്ങനെ ആ ബന്ധം കിടക്കുന്നു. ഒരാമയും പറഞ്ഞ കർത്താവിൻ. പാസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഫീസും പരിശുദ്ധാത്മാവുമായിട്ട് എന്താ ബന്ധം? ഫീസ് നിനക്ക് കൊടുക്കാൻ തരുന്നത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പം അധികം ഒന്നും കയ്യിലെടുക്കണ്ട, ഒന്നും വേണ്ട, പ്രത്യേകിച്ച് 2 എണ്ണം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്നാ മിണ്ടാത്തെ? അപ്പൊ ചോദിച്ചു, കർത്താവ് ഞങ്ങൾ ഫ്രീ ആയിട്ട് പോയാൽ മതിയോ? യെസ്, നീ എന്ന് ഫ്രീ ആകും അന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും.
നിനക്ക് വേണ്ടതെല്ലാം വഴിയിൽ നൽകുന്ന സർവശക്തന്റെ സാന്നിധ്യം ഉള്ളതിനാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കതില്ല, എനിക്കിതില്ല, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് നീ കുറച്ച് മൈനസ് പോയിന്റ് മനസ്സിലൊതുക്കി ഇരിക്കുമ്പം കർത്താവ് പറയുക, ഇന്ന് ഉച്ച വരെ നിനക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവൻ ഇന്ന് നിന്റെ മേലിറങ്ങും. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ മേൽ ഇറങ്ങുമെന്നല്ല ഞാൻ പറഞ്ഞ, ഓരോരുത്തരുടെ മേൽ, ഓരോരുത്തരുടെ മേൽ. എല്ലാവരും ചേർന്ന് പറ, ഓരോരുത്തരുടെ മേൽ. പറ മാതർന്ന്, ഓരോരുത്തരുടെ മേൽ. നിങ്ങൾ പറഞ്ഞേ പറ്റൂ, ഓരോരുത്തരുടെ മേൽ. എനിക്കറിയാം, ഞാൻ ഇന്ന് ദൈവത്തിന്റെ ഭാഗത്തു നിന്നോടെ ഞാനിന്ന് ശുശ്രൂഷിക്കുന്നത്. ആത്മാവിൽ ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് അഗ്നി നിന്നെ പോക്കിയിരിക്കും. നീ ഒരു പ്രവചന ശുശ്രൂഷ ഉള്ളവനെങ്കിൽ ഇന്ന് മൈറ്റിയായി പ്രവചിക്കുന്നവനായി നീ പുറത്തു വരണം. രോഗശാന്തി ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാസ് ഹീലറായി നീ പുറത്തു വരണം. അതിനായി ഇന്ന് കർത്താവ് തന്റെ അഗ്നി ഇവിടെ പകരാൻ പോകുന്നു. അഗ്നി, 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 അഗ്നി. ഉള്ളം തുറന്ന കർത്താവോട് പറ, കർത്താവേ എനിക്കിന്നൊരു പ്രസംഗമല്ല വിഷയ, എനിക്കിന്നൊരു അഗ്നി അത്രേ വിഷയ. അഗ്നി നിന്റെ മേൽ വ്യാപരിച്ചാൽ മെസ്സേജ് അഗ്നിയുടെ മെസ്സേജ് ആയിരിക്കും. അഗ്നി നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്റെ വർഷിപ്പ് അഗ്നിയിൽ ലയിച്ചതായിരിക്കും. ആരൊക്കെയോ ചില നാളുകളായി കാത്തിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമായി ഞാൻ ഈ പറയുന്ന, കർത്താവേ എനിക്കിങ്ങനെ കുറെ നാൾ പോയി പഴമയും പാരമ്പര്യവുമുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടു. എനിക്കിനി അങ്ങനെ ആയി തീരരുത് കർത്താവേ. എൻ്റെ ഇന്നത്തെ ദിവസം വിലപ്പെട്ടതാണ്, ഇന്നത്തെ നാള് വിലപ്പെട്ട നാളാണ്. എൻ്റെ മേൽ പകരാനുള്ളത് എന്തോ അതിന്ന് പകരണമേ, ഞാനത് സ്വീകരിക്കാം. അഗ്നി പകരുന്നത് ആരാണെന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ 3:16 ലൂക്കോസ് ബൈബിൾ പറയുന്നു, എടുക്കുക, യോഹന്നാൻ പറയുന്ന വചനമാണത്. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. യോഹന്നാൻ പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ പേരെത്രേ പറയുന്നേ? യേശു. എന്താണ് ആ പേര് പറയാനൊരു പേടിയില്ലെങ്കിൽ പറ യേശു. അവൻ നിങ്ങളെ എങ്ങനെ സ്നാനപ്പെടുത്തുമെന്നാണ് വായിക്കുന്നേ? പരിശുദ്ധാത്മാവിനാലും തീയാലും അഗ്നിയാലും നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തൊട്ടു പോകുന്നതല്ല, പിന്നെ അഗ്നി മുക്കുന്നതാണ്. നിങ്ങളെ ആരെയും തളിച്ചിങ്ങനെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുങ്ങുന്നു എന്ന് പറഞ്ഞാൽ തളിച്ചു വിടുവല്ലായിരുന്നല്ലോ, പിടിച്ച് മുക്കുകയല്ലായിരുന്നു. നിങ്ങൾ വെള്ളത്തിൻ്റെ അകത്തല്ലായിരുന്നു. ഏസോർണോ? വെള്ളം നിങ്ങളുടെ മീതെ പൊങ്ങുകയല്ലായിരുന്നു. ഏസോർണോ? ഇതുപോലെ അഗ്നിക്കകത്ത് നിങ്ങളെ എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസം അത് സംഭവിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നോട് കർത്താവ് വ്യക്തമായി പറയുന്നു, ഉയരാൻ യാതൊരു ചാൻസും ഇല്ലാതെ നിന്നെ തകർക്കാൻ വ്യക്തികൾ നോക്കുന്നുണ്ട്. നീ ഉയരാതിരിക്കാൻ മാക്സിമം പദ്ധതി മനുഷ്യൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് പറയാ, എന്ത് വില കൊടുത്ത് നിന്നെ അവൻ അഗ്നിക്കകത്ത് മുക്കിപ്പോക്കി, മറ്റാർക്കും നിന്നെ തളയ്ക്കാൻ കഴിയാതെ, മറ്റാർക്കും നിന്നെ ഒതുക്കാൻ കഴിയാതെ, മറ്റാർക്കും നിന്നെ തകർക്കാനോ നിന്റെ പ്ലാറ്റ്ഫോം കളയാനോ നിന്റെ ചർച്ച് പൊട്ടിക്കാനോ കഴിയാതെ ഇന്ന് അവൻ നിന്നെ തൊടുകയല്ല, മറിച്ച് അഗ്നിയാൽ അവൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്ന ദൈവം, സ്നാനം കഴിപ്പിക്കുന്ന ദൈവം. പഴയ നിയമത്തിൽ അഗ്നി തൊട്ട ഒന്നിലധികം ആൾക്കാരുണ്ട്. പുതിയ നിയമത്തിൽ അഗ്നി തൊട്ട ഒന്നിലധികം ആൾക്കാരുണ്ട്. വിശുദ്ധീകരണത്തിന് ഞാൻ മുതിരുന്നില്ല, ഞാൻ ജസ്റ്റ് തൊടുകുറി പോലെ പറയാം. എല്ലാ ദൈവമക്കളും അറിയണം, അഭിഷേകമുള്ള പലരും ഇന്ന് ഒതുങ്ങിയിരിക്കുക. പ്ലാറ്റ്ഫോമിൽ കാണുന്ന പലർക്കുമുള്ള അഭിഷേകത്തെക്കാൾ ഓഡിയൻസിൽ ഇരിക്കുന്ന പലർക്കും അഭിഷേകമുണ്ട്.
മനസ്സിലായില്ല? ഇന്ന് പ്ലാറ്റ്ഫോമിൽ കാണുന്ന പലരെക്കാൾ ഓഡിയൻസിൽ ഇരിക്കുന്ന പല ദൈവദാസന്മാർക്കും അഭിഷേകമുണ്ട്. വൈ? എന്തുകൊണ്ട് നിനക്ക് കയറാൻ കഴിയുന്നില്ല? പറയൂ. നിനക്ക് പ്ലാറ്റ്ഫോം കെട്ടാൻ ആളില്ലാത്ത കൊണ്ടല്ല. ഒതുങ്ങി 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 ഇല്ലെങ്കിൽ ഒതുക്കി. പ്രൈസ് ദി ലോർഡ്. അനുഭവങ്ങൾ നിന്നെ ഒതുക്കി, വീടിൻ്റെ പ്രശ്നങ്ങൾ നിന്നെ ഒതുക്കി, നിന്റെ ഫിനാൻഷ്യൽ മേഖലകളിൽ നീ കെട്ടപ്പെട്ടു പോയി, ജീവനകാര്യങ്ങളിൽ കുടുങ്ങിപ്പോയി, പലരും കൂടി നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിന്റെ മനസ്സും കൂടി നിന്നെ ഒറ്റപ്പെടുത്തി, നിന്റെ ഭാര്യ നിന്നെ ഒറ്റപ്പെടുത്തി, നിന്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തി, 4 വർഷത്തും കൂടി പ്രശ്നങ്ങൾ ആവരണം ചെയ്തപ്പോൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ഇങ്ങനങ്ങ് പോയാൽ മതി. പക്ഷേ ആ മനസ്സിനെ തൊട്ടുകൊണ്ട് അവൻ പറയുന്നു, ഇങ്ങനങ്ങ് പോകാൻ അല്ല എന്നെ നിന്നെയും അവൻ വിളിച്ചേ. ഇന്ന് കർത്താവിന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. മനുഷ്യനും പിശാചും സഭക്കാരും ബന്ധക്കാരും നിന്നെ ഒതുക്കി, ഞാൻ നിന്നെ ഒതുക്കിയില്ലല്ലോ. ഞാൻ നിന്നെ ഒതുക്കിയില്ലല്ലോ. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയുക? എൻ്റെ പൊന്ന് സഹോദര, ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ അമ്മ നിനക്കെതിരെ സംസാരിച്ചു കാണാം, നിന്റെ അപ്പൻ നിനക്കെതിരെ സംസാരിച്ചു കാണാം. സഹോദര, നിന്റെ ഭാര്യ ഒരു പ്രാവശ്യമെങ്കിലും നിനക്കെതിരെ സംസാരിച്ചു കാണാം. സഹോദരി, നിന്റെ ഭർത്താവ് ഒരു പ്രാവശ്യമെങ്കിലും നിനക്കെതിരെ സംസാരിച്ചു കാണാം. മാതാവും പിതാവും അറിയുക, ഒരു പ്രാവശ്യമെങ്കിലും മക്കൾ നിനക്കെതിരെ സംസാരിച്ചു കാണാം. പക്ഷേ മറക്കരുത്, ഒരു പ്രാവശ്യം പോലും നിനക്കെതിരെ സംസാരിക്കാത്ത ഒരേ ഒരാളുണ്ടെങ്കിൽ അവൻ്റെ പേരത്രേ നസറായനായ യേശു. കമാൻ. ഒരു പ്രാവശ്യം പോലും. അത് ഉറപ്പുണ്ടേ മാത്രം കൈയടിച്ചാൽ മതി. അത് ഉറപ്പുണ്ടേ മാത്രം കൈ ഉയർത്തിയാൽ മതി. ഒറ്റ പ്രാവശ്യം പോലും സ്കാൻ ചെയ്ത് നോക്ക്, ചെക്ക് ചെയ്ത് നോക്ക്. നീ അവനെ തള്ളിപ്പറഞ്ഞപ്പോഴോ, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞപ്പോഴോ അവൻ എനിക്കെതിരെ സംസാരിച്ചില്ല. അവൻ എനിക്കെതിരെ സംസാരിച്ചിരുന്നെങ്കിൽ പിശാച് എൻ്റെ മേൽ കൂടുകെട്ടിയേനെ. പക്ഷെ എന്തുകൊണ്ട് പിശാച് എന്നെ തൊട്ടുകൂടാ? എൻ്റെ വെള്ള ഷർട്ടല്ല, എൻ്റെ വിശുദ്ധിയല്ല, മറിച്ച് എനിക്കെതിരെ സംസാരിക്കാത്തൊരു ദൈവ, അവനത്രേ യേശു. പലരും പറയുന്നൊരു കാര്യം, പാസ്റ്റർ ജി ആരാ കയറ്റിവിടാനുള്ളേ? ഇല്ല സഹോദര, ആരും കയറ്റിവിടാനില്ല, ആരും കയറ്റിവിടത്തില്ല. ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അവൻ നിനക്ക് അഭിഷേകം തന്നേ. അതുകൊണ്ടാണ് നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നേ. നിനക്കാരും ഇല്ലെന്നറിഞ്ഞുകൊണ്ടാണ് നിനക്ക് അഭിഷേകം തന്നേ. മനസ്സിലായില്ല. ഇന്ന് കർത്താവ് തോർത്ത് പിഴിയുന്നത് പോലെ ചിലതിൻ്റെ അകത്തുനിന്ന് കുറെ വിഷമങ്ങളെ പിഴിഞ്ഞ് ഉണക്കാൻ പോവാ. എന്തിനാണെന്നറിയോ? വെറുതെ വിടാനല്ലോ, ഒരു അഗ്നി തന്നു വിടാൻ. ഞാൻ ചോദിക്കുന്നു ആത്മാവിൽ, എത്ര പേർ ഇന്നൊരു തീരുമാനമെടുക്കും? ഞാൻ ഉയർന്നിരിക്കും. കാണട്ടെ, കരം കാണട്ടെ. ഞാൻ ഉയർന്നിരിക്കും. എല്ലാ മേഖലയിലും ഞാൻ തല ഉയർത്തിയിരിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. 80 വയസ്സ് പ്രായമുള്ള പഴയ നിയമത്തിലെ ഒരു മനുഷ്യൻ ഹോരേബിന്റെ തീയിലേക്ക് കയറിയത് ബൈബിൾ പരിചയപ്പെടുത്തുന്നില്ലേ? യെസ് ഓർ നോ? ആരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ? പറയൂ. റൈറ്റ്. വയസ്സ് 80, അവൻ കണ്ടത് തീ. അവൻ അങ്ങോട്ട് കയറുക. എന്താ കാര്യം? തമ്പുരാന് ഉറപ്പിച്ചൊരു കാര്യം, ഒരു പ്രസംഗം കൊണ്ട് ഇവനെ അഭിഷിക്തനാക്കാൻ പറ്റില്ല. ആമേൻ പറ കർത്താവിന്. ഒരു പ്രസംഗം കൊണ്ട് ഇവനെ പഠിപ്പിക്കാൻ കഴിയും, അഭിഷിക്തനാക്കാൻ കഴിയില്ല. പക്ഷെ തീ കത്തിയാൽ, പഠിപ്പീരല്ല, പിശാചിനെ പുറത്താക്കേണ്ടത് എങ്ങനെ, ആടുന്ന പാമ്പിനെ തകർക്കുന്നത് എങ്ങനെ, 6 ലക്ഷത്തെ വിടുവിക്കുന്നത് എങ്ങനെ, മാറയെ മധുരമാക്കുന്നത് എങ്ങനെ, കമാൻ, ചെങ്കടൽ മുറിക്കുന്നത് എങ്ങനെ, ഇത് തരുന്നത് അത്രേ അഗ്നി. ഇന്ന് കർത്താവ് അത് ചെയ്യാൻ പോവാ. ഞാനിവിടെ നിർബന്ധിക്കപ്പെടുക ഒരു ഡിക്ലറേഷൻ. എന്താണ് ആ ഡിക്ലറേഷൻ അറിയാമോ? ആർക്ക് അഗ്നി വേണ്ടെങ്കിലും നിനക്ക് വേണം. റൈറ്റ്? ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. പക്ഷെ ഞാൻ തീർത്തും നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ സന്ദേശം.
അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വക്താവായി നിന്നുകൊണ്ട് കൈമാറുക. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് തീ വേണ്ടെങ്കിലും നിങ്ങൾക്ക് വേണം. പ്രസംഗം കേൾക്കാനാണെങ്കിൽ കാരക്കോണത്തെ സഭകൾ മതി, പാറശാലയിലെ സഭകൾ മതി, പാമ്പാടിയിലെ സഭകൾ മതി. പക്ഷേ എൻ്റെ ജനം 430 വർഷമായി അടിമത്തത്തിൽ കെട്ടപ്പെട്ട് കിടക്കുക. എൻ്റെ ജനത്തിന്റെ മീതെ ഫറവോൻ തന്റെ ഊഴിയ വിചാരകന്മാർ നിമിത്തം തല്ലിക്കീറി അവരെ തകർത്തുകൊണ്ടിരിക്കുകയാ. ഇത് വല്ലോരുടെയും ജനമല്ല, ഇത് എൻ്റെ ജനമാണ്. ഇന്ന് തിരിച്ച് പണ്ട് അമ്മാവി അമ്മയോട് പറഞ്ഞ രൂത്തിന്റെ വാക്ക് കടമെടുത്ത് പറയണം, നിന്റെ ജനമാണോ അത് എന്റെയും കൂടി ജനമാണ്. മനസ്സിലായില്ല? തിരുവനന്തപുരത്തെ ജനം എന്റെ ജനമാണെന്ന് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? മൂക്കിൽ ശ്വാസമുള്ള ഏത് കളറുള്ള മനുഷ്യനും എന്റെ ജനമാണെന്ന് പറയാൻ ഒരു ഹൃദയ വിശാലതയുള്ളവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഞാൻ ചെന്നെടുത്ത ജാതി, ഞാൻ ചെന്നെടുത്ത ജനം, എന്റെ സ്വന്തം ജനം, എന്റെ സ്വന്തം ജനം. ആമേൻ പറഞ്ഞ കർത്താവ്. എന്റെ ജനം കിടന്ന് കഷ്ടപ്പെടുമ്പോ എന്റെ ജനത്തെ വിടുവിക്കാൻ എനിക്കൊരാളെ വേണം. അവന്റെ പേരെത്ര? അഭിഷിക്തൻ. വാതുറന്ന് പറ, അഭിഷിക്തൻ. നോ നോ നോ, ഇത് പറയണ ഒരു അഭിഷേകം വേണം. പറ പറ, ഉറക്കെ പറ. പിശാച് കേക്കെ പറ, ആഭിചാരം കേക്കെ പറ, ചേർന്ന് പറ, അഭിഷിക്തൻ, അഭിഷിക്തൻ. ഞാനിന്ന് പിശാചിന് വെല്ലുവിളി പോലെ പറയുക, കാരക്കോണത്തെ ഈ പകൽ സെഷൻ മുഖാന്തര 10 പാസ്റ്റേഴ്സ് അല്ല പുറത്തു വരാൻ പോകുന്നേ, 10 അഭിഷിക്തന്മാർ പുറത്തു വരാൻ പോകുകയാ. ഓക്കെ, എന്റെ ജനത്തിന്റെ അവസ്ഥ ഇങ്ങനെ, പുറത്തു വരേണ്ട അഭിഷിക്തന്റെ അവസ്ഥയോ? ജസ്റ്റ് ചിന്തിക്കുക. ജനിച്ചു പോയല്ലോ എന്നോർത്ത് നടക്കുന്ന ഒരുത്തൻ, മരിക്കാത്തത് കൊണ്ട് ജീവിക്കുകയാണെന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യൻ എന്നാ മിണ്ടാത്ത? കാരണം കൊലപാതക വേഷം ഇവന്റെ മേൽ വന്നിട്ടുണ്ട് 40ാമത്തെ വയസ്സിൽ. ഓർമ്മ? തിരിച്ചു കൊട്ടാരത്തിൽ എത്താൻ പറ്റില്ല, കണ്ടാൽ തട്ടും. കാര്യം ഇവൻ ഒരുത്തനെ കൊന്നതാണ്. ചെന്നു കയറിയ വീട്ടിൽ മരുമകനായെങ്കിലും നാട്ടിലോ വീട്ടിലോ പരുങ്ങാൻ പറ്റില്ല, കാട്ടിപ്പോണ ആടുമായിട്ട് മരുഭൂമിയിൽ. ഇതെന്നാ ജന്മമായി? ബൈബിൾ പറയുന്നത് ദാവീദ് മരുഭൂമിയിലായിരുന്നതിനും പുള്ളിയുടെ കയ്യിൽ ഒരു കിന്നരം ഉണ്ടായിരുന്നു, ഒരു ആശ്വാസത്തിന്. കാര്യം തലയിൽ ഒരു എണ്ണ വീണായിരുന്നു. ആ എണ്ണയുടെ പേരാ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട്. കൃപയുള്ളവന് മരുഭൂമിയിലും കുഴപ്പമില്ല. പക്ഷെ ഈ പുള്ളിക്ക് എന്നാ കൃപയാ ഉള്ളേ? സ്തോത്രം പറഞ്ഞു. കൃപയുള്ളവൻ ദുഃഖത്തിനാണെങ്കിലും പാടി ആശ്വസിക്കും, ഇല്ലേ? യെസോർണോ? അവന്റെ കയ്യിൽ ഗിറ്റാറില്ലെങ്കിലും കിന്നരമില്ലെങ്കിലും ഫ്ലൂട്ട് ഇല്ലെങ്കിലും കീബോർഡ് ഇല്ലെങ്കിലും, ആമേൻ, അവന്റെ വാ തുറന്നവൻ ആ ദന്തമന്ദിരങ്ങളിൽ നിന്നുള്ള കമ്പിനാദം. അങ്ങനല്ലേ ബൈബിൾ പറഞ്ഞു, ദന്തമന്ദിരങ്ങളിൽ നിന്നുള്ള കമ്പിനാദം. ഇത് നിങ്ങളുടെ ശബ്ദത്തിന്റെ കാര്യമാണ്. യേസോർണോ? അവൻ പാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ മോശയ്ക്ക് എന്താണ് പാടാനുള്ള വകുപ്പ്? എന്താണ് അവന്റെ ലൈഫ് കൊണ്ട് എന്താണ് അർത്ഥം? ഒന്നുമില്ല. 80 വയസ്സായി. ഓർത്തു കഴിഞ്ഞാൽ വയസ്സിനെ കുറിച്ച് ഓർത്ത് പരിതപിക്കാന്നല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇത്രയും വയസ്സായി, എങ്ങും എത്തിയിട്ടില്ല. ഇത്രയും വർഷമായി, ഒരു തീരോ എത്തിയിട്ടില്ല. ഇത്രയും പ്രായമായി, ഇപ്പോഴും പ്രാർത്ഥനാ വിഷയം അങ്ങനെ തന്നെ കിടക്കുന്നു. ഇത്രയും പ്രായമായി, പിന്നെയും പ്രയർ സെല്ലുകളിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കണം ബ്രദറെ, പ്രാർത്ഥിക്കണം. വീടിന്റെ പണിയൊന്നും ആയില്ല. പിള്ളേരെ ആറ്റുനോറ്റ് വളർത്തി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു, പക്ഷെ ഒരു തീരം എത്തിയില്ല. എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ടവരെ പഠിപ്പിച്ചതാ, പക്ഷെ ഒരു ജോലി കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു ജന്മമാണല്ലോ ഞങ്ങളുടെ ജന്മം. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു നന്മയൊന്നും ഉണ്ടായി കാണണം. ഈ പ്രായം വരെ എത്തി. പെന്തക്കോസ്തി വന്ന പലരും ഇത് പറഞ്ഞ് കരയാറുണ്ട്. ഇത്രയും വർഷമായി ആരാധിക്കാൻ തുടങ്ങി, കൈകൊട്ടി പാടാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായി. ഈ പ്രായം വരെ എത്തിയിട്ടും ഒരു വിടുതൽ ഉണ്ടായിട്ടില്ല. എനിക്ക് വിടുതലില്ലാതെ ഞാൻ എങ്ങനെയാ മറ്റൊരു ജനത്തെ വിടുവിക്കുന്നത്? പക്ഷെ മറക്കരുത്, 430 വർഷത്തിനും 80 വയസ്സുകാരനും ഇടയിൽ ഒരു ഹോരേബ് ഉണ്ട്. ആ ഹോരേബിന്റെ അടിയിലാ ഇന്ന് സഭ വന്നിരിക്കുന്നത്. യെസ് ഓർ നോ?
ഇവിടെ ഒരു പ്രസംഗമല്ല ഇവിടെ നടക്കുന്നേ, ആർത്താൽ ഒരു തീ ഇവിടെ കത്താൻ പോകയാ, ഒരഗ്നി ഇവിടെ കത്താൻ പോകയാ. ദൈവമക്കളെ, അഭിമാനം ഉള്ളത് കൊണ്ടല്ലേ പരസ്യമായി കരയാത്തെ? അഭിമാനം ഉള്ളത് കൊണ്ടല്ലേ ഇല്ലായ്മ ആരോടും പറയാത്തെ? അഭിമാനം ഉള്ളത് കൊണ്ടല്ലേ ഈ ജന്മം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? ചതിക്കപ്പെട്ടു എന്നൊരു ചിന്ത നിന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അകത്തുണ്ടായിരുന്നു. ഘനീഭവിച്ചു പോയതുപോലെ, മരവിച്ചു പോയതുപോലെ അനുഭവം നിനക്ക് കൈമാറിയില്ലേ? ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യ ഭർത്തൃഗൃഹത്തിലേക്ക് ചെല്ലുമ്പോൾ മോഹന സ്വപ്നങ്ങളോടുകൂടി ചെല്ലുകയും കിട്ടുന്ന അനുഭവങ്ങൾ തിക്തമാണെങ്കിൽ അതോടുകൂടി മുഴുവൻ കെട്ടടങ്ങുകയും ചെയ്യുന്നത് പോലെ ആത്മീയരാകട്ടെ അനാത്മീയരാകട്ടെ, മീൻസ് ലോക മനുഷ്യരാകട്ടെ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ദൈവമക്കൾ വേണം കുറച്ചും കൂടി കയറിപ്പോകാൻ. പക്ഷെ അവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പറ്റുന്നില്ലല്ലോ. പക്ഷെ ആത്മാവ് പറയുന്നു പറ്റും. എങ്ങനെ? സൈന്യത്താലല്ല, ശക്തിയാലല്ല. ചേർന്ന് പറ, എന്റെ ആത്മാവിനാൽ. ഈ പ്രായത്തിൽ ഒരു ഗതി പിടിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന എത്ര പേര് നിന്റെ അകത്തുണ്ടെന്നറിയാമോ? എത്രയോ പേർ. നീ ആകെ ചെയ്യുന്നൊരു കാര്യം കരഞ്ഞു തീർക്കുകയാണ്. കണ്ണു നിറഞ്ഞ് നീ കരഞ്ഞു തീർക്കും. ഇന്ന് യോഗത്തിന് വന്ന ചിലർ ഉപവാസത്തോടെ വന്നിട്ടുണ്ട്, ചിലർ ആവലോടെ വന്നിട്ടുണ്ട്. കർത്താവിനോട് പറയുക, ഇവിടെ നിന്ന് നീ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ അവന്റെ അഗ്നിയുടെ പോതപ്പ് കൊണ്ട് അവൻ നിന്നെ പോതപ്പിക്കാതെ ഇവിടെ നിന്ന് അവൻ അങ്ങോട്ട് ഇറക്കുകയില്ല. അത്രയും ഗ്യാരണ്ടി ഇന്നത്തെ സന്ദേശം മുഖാന്തരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു വ്യക്തി നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞാൽ വാ തുറന്നൊന്ന് ആരാധിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? എന്നും നീ ആരാധിക്കും, എന്നും നീ അന്യഭാഷ പറയും. പക്ഷെ ഇന്ന് ആരാധിച്ച് ഇന്ന് അന്യഭാഷ പറഞ്ഞ് പോകാൻ നീ ആഗ്രഹിക്കരുത്. കർത്താവേ, ഇന്നത്തെ ദിവസം നിന്റെ അഗ്നി എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഈ ജനം ആരാധിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുക, ദേശശക്തി കേൾക്കേ. ആരും അറിയാതെ ചില അഭിഷിക്തന്മാർ ഇതിന്റെ അകത്തുനിന്ന് മുളച്ച് പുറത്തു വരാൻ പോവാ. പേരെടുത്തു നിൽക്കുന്ന ചില അഭിഷിക്തന്മാർ മാത്രമേ ഉള്ളെന്നൊരു തെറ്റായ ധാരണ പഴങ്കഥയാക്കി മാറ്റി ഇതുവരെ പൊങ്ങാത്ത ചിലതിനെ പേരെടുത്ത അഭിഷേകത്തിൽ പൊക്കിയെടുക്കാൻ അവന്റെ തീ അർത്ഥരാജ, റിക്തരാജ, അന്തരാജ, ദീപഘട്ട, അർത്ഥഘാനഘട്ടന, റന്തൽ ഘാനഘട്ടന, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആർക്കൊക്കെയോ പുറകെ ഓടി 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 നടന്ന നിന്റെ പുറകെ ആയിരങ്ങൾ വരത്തക്കവണ്ണ ഒരഗ്നി എനിക്ക് വേണമെന്ന് എത്ര പേർ ദൈവത്തോട് പറയൂ? ഞാനിന്ന് തീക്കകത്ത് ഇറങ്ങി നിൽക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ആരാധനയ്ക്കായി എന്റെ ജനത്തെ വിട്ടയക്കുന്നു എന്ന് പ്രസംഗിച്ചാൽ ഇവൻ വിട്ടയക്കത്തില്ല. ഇവൻ വിട്ടയക്കണമെങ്കിൽ നമ്പർ 1, വടി വെള്ളത്തെ തൊടണം, നൈൽ രക്തമായി തീരണം. ചുമ്മാ ആകത്തില്ല. എന്റെ തീക്കകത്തുനിന്ന് പോണം. നീ എന്റെ തീക്കകത്തുനിന്ന് പോയാൽ വെള്ളം രക്തമാകും. ഞാൻ ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരോട് പറയുക, പ്രസംഗിച്ച് മുഴിപ്പിക്കുമ്പോൾ വരുന്നതല്ല ഇനിയുള്ള കൂട്ടം. ഇനിയുള്ള കൂട്ടം തേടി വരുന്ന കൂട്ടമായിരിക്കും. ശ്രദ്ധ, ഇത് ഓർത്ത് വെച്ചോണം സകല ദൈവദാസന്മാരും. പ്രസംഗിച്ച് ഫലിപ്പിച്ചിട്ട് ജനം വരുത്താൻ ആ കാലം കഴിഞ്ഞു. ചേർന്ന് പറ, കഴിഞ്ഞു. പറ കഴിഞ്ഞു. ഉറക്കപ്പറ, കഴിഞ്ഞു. ഇനിയുള്ള കാലം എന്താണെന്നറിയാമോ? ജനം നിന്നെ തേടി വരുന്നൊരു കാലം. എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കായി എന്ന് പറഞ്ഞ വിട്ടയക്കത്തില്ലവൻ. പക്ഷേ വടിയൊന്ന് തൊടുമ്പോൾ അവന്റെ കുടിവെള്ളം മുട്ടും, കുടിവെള്ളം മുട്ടും, കുടിവെള്ളം മുട്ടും. അവൻ ചങ്കുപൊട്ടി പറയും, യാഹുവേ. അതൊരു നാമം തന്നെ കേട്ടോ, അതൊരു നാമം തന്നെ കേട്ടോ. എത്ര പേര് കർത്താവിനോട് പറയും, ലോർഡ്, ഞാൻ അഗ്നിക്കകത്തേക്ക് വരികയാ. ശുശ്രൂഷിക്കാൻ പോകുന്ന ഫീൽഡ് സോഫ്റ്റായ ഫീൽഡല്ല. സോഫ്റ്റായ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന പവർ കോൺഫറൻസുകൾ, പവർ ക്യാമ്പുകൾ. കാരണം സെലക്റ്റഡ് മെമ്പേഴ്സാണ്.
പ്രാപിക്കാൻ വരുന്നവരുടെ മുമ്പിൽ പകരുക എളുപ്പമാണ്. അതുകൊണ്ട് പവർ കോൺഫറൻസുകളിൽ പ്രസംഗിക്കുന്നവർ നല്ലവരാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ ചീറ്റ് ചെയ്യപ്പെടും. അവർ ചർച്ച് ഹോളിൻ്റെ അകത്ത് പ്രസംഗിക്കാൻ ഡേറ്റ് കൊടുക്കത്തുമില്ല. കാര്യം അവർക്കറിയാം മുന ഒടിഞ്ഞു പോകും. Yes or no? Praise God. മോസസ് പോകുന്നത് ഈസി വേയിലോട്ടല്ല, ആടുന്ന പാമ്പിന്റെ അരമനയിലോട്ടാണ്. വിഷമില്ലാത്തതിനെ കണ്ട പേടിച്ച് പനി പിടിക്കുമെങ്കിൽ വിഷം ഉള്ളതാണേലും. എന്താ നിങ്ങൾ ആമേൻ പറയാത്ത? ഇങ്ങനത്തെ പാർട്ടിയുടെ ഇടയിലോട്ട് ആര് പോവാ? മോസസ്. വേണ്ട, വടി ഇങ്ങനെ ഇട്ടാൽ മതി. ആടടാ പാമ്പ് എന്ന് പറഞ്ഞാൽ ആടുന്ന മന്ത്രവാദികളുടെ നടുവിലിരുന്ന് ഭരിക്കുന്ന ഫറവോന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിൽക്കാൻ പോവുക. ചൊവ്വ നേരെ പറയാൻ പോലും അറിയില്ല. സ്തോത്രം പറ കർത്താവിന്. ഹല്ലേലൂയ. ഇവിടെ മിനിസ്ട്രി വിജയിക്കണമെങ്കിൽ ഒറ്റ വേർഡ് എഴുതിക്കോ, അഗ്നി. ഒറ്റ വേടേ ഉള്ളൂ അവിടെ പറയാൻ, അഗ്നി. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇന്ന് പാസ്റ്റേഴ്സായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അറിയണം, നാളത്തെ നിങ്ങളുടെ സൺഡേ മീറ്റിംഗ് ഫയർ ആയിരിക്കും. 100% നാളെ നിങ്ങളുടെ കൺട്രോൾ വിട്ട് നിങ്ങളുടെ മിനിസ്ട്രി പോകുന്ന ദിവസമായിരിക്കും. നിങ്ങളുടെ കൺട്രോൾ വിട്ട് നിങ്ങളുടെ മിനിസ്ട്രി പോകുന്ന സമയമായിരിക്കും. കാര്യം നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് അഗ്നി അഭിഷേക കൺട്രോൾ ഏറ്റെടുക്കാൻ പോകുകയാ. ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, ശുദ്രപ്രയോഗമുണ്ട്. ഇവരൊക്കെയാണ് അരമനയ്ക്കകത്ത് ഭരിക്കുന്നത്. ആടുന്ന പാമ്പിൻ്റെ അകത്ത് ഇരുന്ന ഈ പവറാണ് ജനത്തെ ഇട്ടിങ്ങനെ ഞെരുക്കുന്നത്. ഈ സമയത്താണ് ഒരുത്തൻ ഇങ്ങനെ നടന്ന് കയറുക, നടന്ന് ഹോരേബിലേക്ക് കയറുക. ആ ജനത്തിനൊറ്റ പ്രാർത്ഥനയുള്ള ഉദ്ധാരകൻ വേണം, ഞങ്ങൾക്കൊരു വിടുതലിന് നായകൻ വേണം, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരൻ വേണം. പക്ഷേ സത്യം ഞാൻ തുറന്നു പറയാം, ഇവർ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. പക്ഷെ ഇവരറിയുന്നില്ല കേട്ടോ, അമ്രാമിൻ്റെയും യോക്കേബേദിൻ്റെയും വീട്ടിലൊരു കരച്ചിൽ തുടങ്ങിയത്. ഇവരറിയുന്നില്ല ഇവരുടെ ഉദ്ധാരകൻ കൊട്ടാരം വരെ എത്തിയിട്ടുണ്ടെന്ന്. ആമേൻ പറഞ്ഞ കർത്താവിന്. ഇവരറിയാതെ കരയുക, ഇന്നും പലരും അറിയാതെ കരയുക. പക്ഷെ ഇന്നൊരു അറിയിപ്പ് വരിക, അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇത് ഞാൻ എങ്ങോട്ടാണ് ഇത് പറഞ്ഞു വിടുന്നതെന്ന് അറിയാമോ? നിങ്ങൾ എന്ന അഭിഷിക്തനിലേക്കാണ് ഞാനിത് പറഞ്ഞു വിടുന്നത്. നിങ്ങൾ മുഖാന്തരം വിടുവിക്കാനിരിക്കുന്ന ജനത്തെ തടഞ്ഞു വെക്കുന്ന പിശാചിന് ഇന്നത്തെ സന്ദേശം ഒരു വെല്ലുവിളിയാണ്. അറബി അംദൽഖാന. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയുന്നു, വീട്ടമ്മമാരോട് ഞാൻ പറയുന്നു, ഭാര്യമാരോട് ഞാൻ പറയുന്നു, പ്രസംഗിക്കുവാൻ നിങ്ങൾക്ക് മൈക്രോഫോൺ കിട്ടിക്കാണുകയില്ല. പക്ഷേ നാളത്തെ ആരാധനയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ പുതിയൊരു ആത്മാവിനെയും കൂടി നിങ്ങൾക്ക് ചർച്ച് ഹോളിൽ എത്തിക്കത്തക്കവണ്ണം ഒരഗ്നി നിങ്ങളുടെ മേൽ പകരാൻ പോവാന്ന് ഇന്ന് ആത്മാവ് എഴുതി നിങ്ങൾക്ക് എഴുതി തരുന്നത് സ്വീകരിക്കുക. രണ്ടുപേര് നടന്ന് കൊട്ടാരത്തിലെത്തി, ചേട്ടനും അനിയനും. അതല്ല എൻ്റെ കറക്റ്റ്. ചേട്ടനും അനിയനും കൂടി നടന്ന് എവിടെ എത്തി പറയുന്നേ? കൊട്ടാരത്തിൽ. ഫറവൻ ചോദിച്ചു, എന്താ വന്നേ? പറഞ്ഞേ, മോശം ഇങ്ങനെ ആങ്ങി കാണിച്ച്. എന്നുവെച്ചാൽ നീ പറയട്ടെ, കാരണം ഞാൻ പറഞ്ഞു വന്ന അവൻ പിടിക്കും, എനിക്ക് പറയാൻ പറ്റത്തില്ല. നീ അങ്ങ് പറ, ആരാധനയ്ക്കായി ജനത്തെ വിട്ടയക്കണം. പറഞ്ഞ ചോദിച്ചു, വിട്ടില്ലല്ലോ. പറഞ്ഞ മോശം ഇട്ടേക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ പിടി വിട്ടേക്കാൻ. എന്നെ മിണ്ടാത്ത പിടിവിട്ടു, സംഭവം ഇട്ടു, ആളങ്ങാടി. സ്തോത്രം പറഞ്ഞ പറഞ്ഞ ഫറവോന് സിഗ്നൽ കാണിച്ചു, ഇട്ടേരുടെ. അവരെല്ലാം കൂടി ഇട്ടു, എല്ലാവരുടെടുത്തും പാമ്പെത്തിയാൻ തുടങ്ങി. സെയിം ടു സെയിം ആയിട്ടാണ് സ്പിരിറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ സ്പിരിറ്റിന്റെ പ്രത്യേകതയുണ്ട്, ഇതിന്റെ മീതെ ഒന്നും കയറാൻ ആ സ്പിരിറ്റ് സമ്മതിക്കുകയില്ല. പറഞ്ഞ പാമ്പ് ഇങ്ങനെ ആടി നിൽക്കുമ്പം ഒരു സിഗ്നലിലൂടെ മോസസ് ഒന്ന് കൊടുത്ത് വിഴുങ്ങിയേക്കാൻ പറഞ്ഞു. മൊത്തത്തെ വിഴുങ്ങി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പറഞ്ഞു പോരാൻ പറഞ്ഞു. കാരണം ഇത് വടിയാ. ഇത് ആരുടെ വടിയാ? മോസസിന്റെ വടിയല്ല, അഹരോന്റെ വടിയല്ല, ദൈവത്തിന്റെ വടി. ഇന്ന് ഞാൻ ഈ ദേശത്ത് കൈമാറുക, നിങ്ങളുടെ ചർച്ചിരിക്കുന്ന ഫീൽഡിലേക്ക് കൈമാറുക. ആടുന്ന പാമ്പിന്റെ അവസാനമെത്തി. സഭാ ഹോളുകൾ നിറയാതിരിക്കത്തക്കവണ്ണം എന്റെ ജനത്തെ വിട്ടയക്കാതെ മൂർത്തി പോലെ വ്യാപരിച്ച ദുഷ്ടവ്യാപാരങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എത്ര അഭിഷിക്തന്മാർ ഇവിടെ ഉണ്ട്, വടി വിളിച്ചവ
എന്നോട് കർത്താവ് പറയുന്നു, ഗ്രൂപ്പായി ജനം വിടുവിക്കപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അരമനകളുണ്ട്, ഹെഡ് ഓഫീസുകളുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകവുമായി ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. എല്ലാവരും അവരവരോട് ചോദിക്കണം, കർത്താവേ, ആത്മാക്കളെ നേടേണ്ട പ്രായം ഇതല്ലേ? ഇത് കർത്താവിനോട് ചോദിക്കണം. എന്താ ചോദിക്കണ്ടേ? ആത്മാക്കളെ നേടേണ്ട പ്രായം എത്ര പേർ ചോദിക്കും? ഉടനെ കർത്താവ് പറയും, 10 വർഷം കഴിഞ്ഞ് ആത്മാക്കളെ നേടിയാ മതിയടാ എന്നവൻ പറയൂ. എങ്കിൽ എനിക്ക് വേണ്ടത് അഗ്നിയാ കർത്താവേ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച ദൈവസന്നിധിയിലേക്ക്, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ആ കരങ്ങളൊന്ന് ഉയർന്നേ പറ്റൂ. എൻ്റെ ഒരു ആഗ്രഹം, ഈ ഉയർത്തിയ കരങ്ങൾ തീയായി ഇന്ന് മാറണം, തീയായി മാറണം, തീയായി മാറണം. ഈ കൈ തൊട്ടാൽ അഗ്നി തെറിക്കണം. മൈറ്റി അനോയിന്റിംഗ്. ചില കരങ്ങൾ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്, ചില വിരലുകൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ചില കരങ്ങൾ തണുപ്പ് മാറി തുടങ്ങിയിട്ടുണ്ട്, ചില കരങ്ങൾ അഗ്നി 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 അഗ്നി. ഇപ്പൊ നിന്നിലേക്ക് നോക്കണ്ട, ലെഫ്റ്റ് നോക്കണ്ട, റൈറ്റ് നോക്കണ്ട, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒന്നും നോക്കണ്ട, പ്ലാറ്റ്ഫോം എങ്ങും നോക്കണ്ട, അഭിഷിക്തന്മാരെ നോക്കണ്ട. ഇപ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് നോക്കുക. ആ കൈ വിട്ടുകൊടുക്കുക. ആ കൈയിലേക്ക് ദൈവത്തിന്റെ പവർ ആ കൈ ഉണ്ടല്ലോ, കണ്ണുനീര് തുടച്ച് മടുത്ത കൈയാ. ഇനി അത് പറ്റത്തില്ലെന്ന് യേശു പറയുന്നു. യേശു പറയുന്നു, മതി ഇനി ആ കൈ, കണ്ണുനീര് തുടച്ച് മടുത്തത് മതി. ഇനി ആ കൈ തീ ആ കൈയിലേക്ക് തീ ഇറങ്ങുക. വായി തുറന്നു. അതിനുശേഷം മതി. ഞാൻ യെശയ്യാ പ്രവാചകന്റെ കാര്യം പറയുന്നത്. അതിനുശേഷം മതി. ഇപ്പോൾ ആ കരങ്ങളിലേക്ക് തീ ഒന്ന് പിടിക്കട്ടെ. പിശാച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൈ ഉണ്ടല്ലോ, രോഗിയെ സൗഖ്യമാക്കേണ്ട കയ്യാ. നാളെ രോഗസൗഖ്യം നടത്തേണ്ട കയ്യാ ഇത്. നാളെ രോഗസൗഖ്യം, ക്യാൻസറിനെ സുഖമാക്കേണ്ട കൈ, ട്യൂമർ സുഖമാക്കേണ്ട കൈ, തളർവാദ രോഗിയെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട കൈ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിക്കേണ്ട കൈയല്ലേ ഇത്? മകളെ തൊടുക. ഇപ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ഫയർ. ആ പുറകിൽ ആ നാളെ ദൈവം തൊഴുക. ഫയർ. ശുശ്രൂഷ ഉള്ളവനെ കൊണ്ട് മതി കർത്താവേ എന്ന് പറയിപ്പിച്ച പിശാചേ, ഇന്ന് ഞാൻ അവരെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കും. പോരാ, എനിക്ക് ഈ അഭിഷേകം പോരെന്ന് ഞാൻ തിരിച്ചു പറയിപ്പിക്കാതെ ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യില്ല. ഇന്ന് യേശു തന്റെ അഭിഷേകം പകരുക. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നെ തൊടുകയാണെങ്കിൽ, ഉറക്കെ പറ, പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കുകയാണെങ്കിൽ പൂർണ്ണതയുടെ അഭിഷേകത്തിൽ നിറയ്ക്കണം. ഉറക്കെ പറ, ഹോളി സ്പിരിറ്റ്. ഉറക്കെ പറ, പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കുകയാണെങ്കിൽ പൂർണ്ണതയുടെ അഭിഷേകത്തിൽ നിറയ്ക്കണം. ഉറക്കെ പറ, പൂർണ്ണതയുടെ അഭിഷേകം. ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ പൂർണ്ണത. ഇത് പറയുമ്പോൾ പിശാച് തെറിച്ചു പോകും. പറ, ആത്മാവിന്റെ പൂർണ്ണത. തലയിലോട്ട് കൈവച്ചിട്ട് അഗ്നി ഇറങ്ങട്ടെ, അഭിഷേകത്തെ സൗഖ്യമാകട്ടെ എന്ന് പറയിപ്പിക്കാതെ അവൻ കൈ വീശുമ്പോൾ തന്നെ, കൈ ചൂണ്ടുമ്പോൾ തന്നെ അഭിഷേകം വ്യാപരിക്കുന്ന ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ പരിശുദ്ധാത്മാവേ എന്ന് പറയുന്നവർ മാത്രം ആ കൈ ഒന്ന് വീശി പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവരവരിലേക്ക് സ്വീകരിക്കുക.
എനിക്ക് നിർബന്ധം, എന്നെ നിർബന്ധിക്കുന്ന ഞാൻ ആത്മാവിൽ അറിഞ്ഞു. എനിവേ, എന്നെ നിർബന്ധം ഞാൻ നിങ്ങളിലേക്ക് പകരുക. അടുത്ത് നിൽക്കുന്നവരെ വിരൽ ചൂണ്ടിയിട്ട് പറയാം, നിങ്ങൾ ചൂണ്ടുമ്പോൾ തന്നെ അഭിഷേകം വ്യാപരിക്കുന്ന ഒരു സമയം വരാൻ പോവാ. പറയുന്നത്, നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ, നിങ്ങൾ കൈ നീട്ടുമ്പോൾ തന്നെ പറ. 2 3 പേർക്ക് കൈ നീട്ടിയിട്ട് പറ, നിങ്ങൾ വിരൽ നീട്ടുമ്പോൾ, ചൂണ്ടുവിരൽ നീട്ടുമ്പോൾ നിങ്ങളുടെ വിരലിൽ നിന്ന് ശക്തി തെറിക്കുന്ന ഒരഭിഷേകത്തിലേക്ക് അവൻ നിങ്ങളെ നാളെയല്ല ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വലങ്കരം ഉയർത്തിപ്പിടിച്ച് ഒരു പറ്റം അഭിഷിക്തന്മാർ പുറത്തിറങ്ങേണ്ടതിനായി, അസൂയയില്ലാത്ത ഹൃദയമുള്ള ഒരു പറ്റം അഭിഷിക്തന്മാർ ഈ കോൺഫറൻസിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതിനായി, വിത്തുള്ള സസ്യങ്ങൾ പുറത്തിറങ്ങേണ്ടതിനായി ഇപ്പോൾ ഒരു തീ വ്യാപരിക്കട്ടെ. ഞാൻ ആ പദം പറഞ്ഞുകൊണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചേക്കാതെ. ഇന്ന് വിത്തില്ലാത്ത ഒത്തിരി സസ്യമുണ്ട്. അതത് തരം വിത്തുള്ള സസ്യത്തെ ദൈവം എന്ത് ചെയ്തു? മുളപ്പിച്ചു. അതത് തരം വിത്തുള്ള സസ്യം. ഇന്ന് ഒത്തിരി ദൈവദാസന്മാർ, ദൈവസഭ, ദൈവമക്കൾ വിത്തില്ലാത്ത സസ്യമാണ്. എന്ന് വെച്ചാൽ അവരോട് കൂടെ എന്ത് ചെയ്യുക? തീരുക. എന്നാൽ വിത്തുള്ള സസ്യം അവരോട് കൂടെ തീരുകയല്ല, അവരോട് കൂടെ തുടങ്ങുകയാ. ഇവിടെ നിൽക്കുന്ന ഓരോ ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവദാസന്മാരെയും നോക്കി ഞാൻ കൽപ്പിക്കുന്നു, ആയിരക്കണക്കിന് വിത്തുള്ള സസ്യങ്ങളാക്കി അവൻ നിന്നെ കണ്ടിരിക്കുന്നതിനാൽ ആത്മാവിനത് അവരിലേക്കൊന്ന് സ്വീകരിക്കുക. ഞാൻ വിത്തില്ലാത്ത സസ്യമല്ല. കമാൻ, ആ തലയിലൊന്ന് തൊട്ട് ആ തലയിലേക്കൊന്ന് സ്വീകരിക്കുക. ഞാൻ വിത്തില്ലാത്ത സസ്യമല്ല, വിത്തുള്ള സസ്യമത്രേ. ഞാൻ വിത്തുകളുള്ള സസ്യമാണ് ഞാൻ. എന്നെ വെട്ടിയാൽ പിന്നെ ഞാൻ പൊട്ടിക്കിളുക്കും. പോടാ പിശാചേ. ആഭിചാരം കൊണ്ട് വെട്ടിയാൽ അഭിഷേകം കൊണ്ട് ഞാൻ പൊട്ടിക്കിളിർക്കുക. മന്ത്രവാദം കൊണ്ട് വെട്ടിയാൽ അഭിഷേകം കൊണ്ട് ഞാൻ പൊട്ടിക്കിളിർക്കുക. അസൂയ കൊണ്ട് വെട്ടിയാൽ അഭിഷേകം കൊണ്ട് ഞാൻ പൊട്ടിക്കിളിർക്കുക. വൈരാഗ്യം കൊണ്ട് എന്നെ വെട്ടിയാൽ അഭിഷേകം കൊണ്ട് ഞാൻ പൊട്ടിക്കിളിർക്കും. സ്വീകരിക്കുക. ഒത്തിരി അഭിഷിക്തന്മാർ ഈ സെഷൻ കഴിയുമ്പോൾ പുറത്തു വരാൻ പോവാ. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ പലരെയും പ്ലാറ്റ്ഫോം കെട്ടിക്കഴിഞ്ഞു. ഇതുവരെ കേറാത്ത പ്ലാറ്റ്ഫോമിലേക്ക് ദൈവം നിന്നെ എടുത്ത് കയറ്റാൻ പോവാ. നമ്പർ 2, രണ്ടാമത് പ്രവാചകനാകുന്ന യെശയ്യാവിനെ അറിയാൻ വയ്യാത്തവരാരും ഇതിൻ്റെ അകത്തില്ല. ബൈബിളിന് 66 പുസ്തകങ്ങൾ ഉള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങൾ. പഴയ നിയമത്തിന് 39 പുസ്തകം എന്നതുപോലെ 66 അധ്യായങ്ങളിലെ ആദ്യത്തെ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തെ സൂചിപ്പിക്കുകയും ബാക്കി വരുന്ന 27 പുതിയ നിയമത്തെ സൂചിപ്പിക്കുകയും, അതുകൊണ്ട് തുടങ്ങുന്നതിന് ഇടയിൽ എഴുതിയിട്ടുണ്ട്, ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാവിത്. അവിടെ തുടങ്ങുന്നു ന്യൂ ടെസ്റ്റമെന്റ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ സവിശേഷത, അദ്ദേഹം മൈറ്റിയായ ഒരു പ്രോഫറ്റാണ്. പുള്ളി എങ്ങനെയാണ് മൈറ്റിയായ ഒരു പ്രോഫറ്റായത്? പറയാം. അദ്ദേഹത്തിന്റെ പ്രോഫസി ആദ്യം സിമ്പിൾ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി. ആദ്യത്തെ പ്രോഫസി സിമ്പിൾ ഗിഫ്റ്റാണ്. ആർക്കുമുള്ളത്, എവരി ബിലീവേഴ്സ്, ഭാഷാപരമുള്ള എല്ലാവർക്കും സിമ്പിൾ ഗിഫ്റ്റ് യൂസ് ചെയ്യാം. കാരണം 1 മണിക്കൂർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ പറയുന്ന മേഖലകൾ എന്തും ആത്മാവിൻ്റെ ഭാഷകളാകാൻ ചാൻസ് ഉണ്ട്. അതൊരു സിമ്പിൾ ഗിഫ്റ്റാണ്. അതുകൊണ്ട് താൻ എഴുതി വന്നത്, കാള തൻ്റെ യജമാനൻ, കഴുത തൻ്റെ നോർമൽ പ്രോഫസിയാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്ന് നമ്മൾ പറയുന്നത് പോലെയാ. അവരറിയുന്നില്ല, മൃഗങ്ങൾ അറിയുന്നു. ഇത് നോർമൽ പ്രോഫസിയാണ്. പക്ഷെ ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ നോർമൽ പ്രോഫസി കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നോർമൽ പ്രോഫറ്റുമായി കൈ കൊടുക്കരുത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിൽ കയറി നിന്ന് പ്രോഫസി പറയുന്നവരുമായി കൈ കൊടുക്കാം എങ്കിൽ നിനക്കും ഒരു പ്രോഫറ്റായി മാറാൻ കഴിയും. എന്താണ് ആമേൻ എന്ന് പറയാത്തെ? ഹല്ലേലൂയ. അവൻ സിമ്പിൾ ഗിഫ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അവൻ എഴുതി, വീടോട് വീട് കൂട്ടുന്നവർക്കും വയലോട് വയൽ ചേർക്കുന്നവർക്കും അയ്യോ കഷ്ടം. താൻ പറയുക, ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ടങ്ങ് തൃപ്തിയായ പോരെ, പിന്നെ ഒരെണ്ണം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എത്രയോ പേർ ഒരെണ്ണം പോലും ഇല്ലാതെ കിടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇതൊരു സിമ്പിൾ ഗിഫ്റ്റാണ്. ഇങ്ങനെ പറഞ്ഞും പിടിച്ചും 5 അധ്യായം വന്നു. 1 2 3 4 5. 5 കഴിഞ്ഞാൽ പിന്നെ 6-ാം അധ്യായം പിന്നെ പഴയ പോലെ അങ്ങ് പോകേണ്ടതാണ്. പക്ഷെ അവിടെ വന്നപ്പോൾ എന്തോ ഒരു ചേഞ്ചസ് വരികയാണ്. 6-ാം അധ്യായം തുറക്കുമ്പോൾ ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ളൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ.
പുള്ളി അങ്ങോട്ട് പറയുക. പിന്നെ ഒരു ദർശനത്തിൻ്റെ കാര്യം അങ്ങോട്ട് പങ്കുവെക്കുക. ദർശനം മണ്ണിലല്ല, അതങ്ങ് വിണ്ണില്ല കേട്ടോ. ആ ദർശനത്തിൽ ദൂതന്മാർ ആരാധിക്കുന്നത് ഇരുന്നല്ല കേട്ടോ, ദൂതന്മാർ പറന്നാണ് ആരാധിക്കുന്നത്. നേരത്തെ രണ്ടുപേരുടെ ഫേസ് ടു ഫേസ് കൈ കൊടുക്കാൻ പറഞ്ഞതുപോലെ ഒരുത്തനോട് ഒരുത്തൻ, ഹല്ലേലൂയ, ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ചേർന്ന് പറ പരിശുദ്ധൻ, വായി തുറന്ന് പറ പരിശുദ്ധൻ, വായി തുറന്ന് പറ പരിശുദ്ധൻ. ഈ സമയത്താണ് വളരെ പെട്ടെന്ന് പുള്ളി കാണുന്ന കാഴ്ചയിൽ ഒരു ദൂതൻ പറന്നു വരുന്നുണ്ട്. ആരാധന നിർത്തി വരുന്ന പോലെ ഈ കക്ഷി പറന്ന് ഇങ്ങോട്ടാ വരുന്നത്. സാധാരണ പറന്ന് ആരാധിച്ചുകൊണ്ട് നിന്നതാ. പക്ഷെ കയ്യിൽ ഒരു കൊടിലുണ്ട്, കൊടിലിന്റെ അറ്റത്തൊരു കനലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ആ സെയിം ഏഞ്ചൽ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. കയ്യിൽ കൊടിലും പിടിച്ച്, കൊടിലിൽ ഒരു കനലുമായി. പറയൂ കനൽ, 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 കമോൺ കനൽ. ഞാൻ ആവർത്തിച്ച് വായിച്ചു വരിക. അതെന്റെ വായിക്ക് തൊടുവിച്ചു. ശുശ്രൂഷ പാരമ്പര്യമല്ല, ശുശ്രൂഷ പരിചയമല്ല. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? ശുശ്രൂഷ അത് അവന്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ കർത്താവിന്. എന്റെ വായിക്ക് തൊടുവിച്ചു. നാവിന്റെ കെട്ടുന്ന പൊട്ടും. വാ തുറന്നവർ അതെന്റെ വായിക്ക് തൊടുവിച്ചു. മിനിസ്ട്രി മുഴുവൻ നാവിൽ കൂടിയ, മിനിസ്ട്രി മുഴുവൻ നാവിൽ കൂടിയ, മെസ്സേജ് മുഴുവൻ നാവ്, മുഴുവൻ നാവ്, മുഴുവൻ നാവ്. നാം വായിച്ച വാക്യത്തിലേക്ക് വരാം. അതെന്റെ നാവിന്, come on once more, അതെന്റെ നാവിന്. എവിടെയെങ്കിലും മെസ്സേജിന് വിളിച്ചു കഴിയുമ്പോ കുത്തിയിരുന്ന് മെസ്സേജ് ഉണ്ടാക്കി ഞാനും മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് മെസ്സേജ് ഒരുക്കി കിടക്കുമ്പോൾ, നടക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ മനസ്സിന് മുഴുവൻ ഇത് ഗർഭം ധരിച്ചതുപോലെയാ. ഡെലിവറി വരുന്നത് വരെ ടെൻഷനാണ്. കർത്താവ് എന്തായിത്തീരും, എന്തായിത്തീരും, എന്തായിത്തീരും. ഇങ്ങനത്തെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ വാക്ക് നിങ്ങൾ നേരിട്ട് പറയണം. എൻ്റെ വായിക്ക് തൊടുവിച്ചു. ഇങ്ങനെ ഒന്ന് തൊട്ട് കിട്ടിയാൽ പിന്നെ ടെൻഷൻ ഇല്ല. തൊട്ട് കിട്ടിയാൽ പിന്നെ എന്തില്ല? ഹല്ലേലൂയ. എന്റെ വായിക്ക് തൊടുവിച്ചു. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് എന്ത് മെസ്സേജ് ആയിക്കൊള്ളട്ടെ. നാവിൽ കനല് തൊടുന്നൊരു അഭിഷേകം, നാവിൽ കനല് തൊടുന്നൊരു അഭിഷേകം, നാവിൽ കനല് തൊടുന്നൊരു അഭിഷേകം. എന്റെ വായിക്ക് തൊടുവിച്ചു. അഭിഷേകം ഇറങ്ങട്ടെ. എന്റെ വായിക്ക് തൊടുവിച്ചു. കമോൺ. എന്റെ വായിക്ക് തൊടുവിച്ചു. എന്റെ വായിക്ക് തൊടുവിച്ചു. യെസ് 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 യെസ്. ചില ബൈബിൾ സ്കൂളുകളിൽ ക്ലാസ്സുകൾ എടുക്കാൻ, അഭിഷേകത്തിന്റെ ക്ലാസ് എടുക്കാൻ അഭിഷിക്തന്മാരെ വിളിക്കാൻ സമയമായി. ഞാൻ പ്രവചിക്കുക, എന്റെ വായിക്ക് തൊടുവിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ, ബൈബിൾ പറയുന്നു ആമേൻ, പഠിപ്പിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കുക. പക്ഷെ തലച്ചോറിന്റെ അകത്തുനിന്നല്ല നീ പഠിപ്പിക്കാൻ പോകുന്നേ, ആത്മാവിന്റെ അകത്തുനിന്ന് നീ പഠിപ്പിക്കാൻ പോകുകയാ. എന്റെ വായിക്ക് തൊടുവിച്ചെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു പ്രാവശ്യം കൂടി അത് ഏറ്റു പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? അതെന്റെ വായിക്ക് തൊടുവിച്ചു. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞേ, എന്റെയും കൂടി നാവിനെ അതൊന്ന് തൊടണം. എന്റെയും കൂടി നാവിനെ ഒന്ന് തൊടണം. കമോൺ 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 കമോൺ. എന്റെ നാവിനെ തൊടണം. റഹബദ് ജനഗസിയും പിന്നെ അധുരിക ജന ഹദിനിക ബാബു തിമിനിക ബാബു ധമനഘടക ബബദ് ജനഗസി. ഇതുവരെ അന്യഭാഷ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ വായി തുറക്കണം. അന്യഭാഷ പ്രാപിച്ചവർ പുതിയ ഭാഷയ്ക്ക് വേണ്ടി നാവിൽ കൂടിയാണിത് വരുന്നത്. നാവിൽ കൂടി, നാവിൽ കൂടി കിട്ടിയ ഭാഷ പറഞ്ഞു തുടങ്ങിക്കേ, കിട്ടിയ ഭാഷ പറഞ്ഞു തുടങ്ങിക്കേ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം 17 എണ്ണത്തെ ഒരുമിച്ച് ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ ആ സെയിം അനോയിന്റിങ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ആ സെയിം അനോയിന്റിങ് നൽകാൻ പരിശുദ്ധാത്മ വന്നിട്ടുണ്ട്. വായി തുറക്കുക, വായി തുറക്കുക. പുതിയ ഭാഷകൾ നാവിൽ വരാൻ പോകുകയാണ്. ഇതുവരെ അന്യഭാഷകൾ പറയാത്തവരുണ്ടെങ്കിൽ വായി തുറന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. വായി തുറക്കാതെ ഇത് വ്യാപരിക്കുക ഇല്ല. വായി തുറക്കാതെ ഇത് വ്യാപരിക്കുക ഇല്ല. ദയവ് ചെയ്ത് വായി തുറന്ന് അന്യഭാഷ പറയുക. തുറന്ന് പറയുക, തുറന്ന് പറയുക. ശബ്ദം ഉയർത്തി പറയുക, കേൾക്കട്ടെ. തുറന്ന് പറയുക. Mighty anointing, holy.
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അത് അവരിൽ ഓരോരുത്തന്റെ മേൽ. ഇതെവിടാ? നിന്നെ മാറ്റി നിർത്തിയത് സ്കിന്നാ. നിറവുള്ളവനും നിറവില്ലാത്തവനും, കാശുള്ളവനും കാശില്ലാത്തവനും, പിടിപാടുള്ളവനും പിടിപാടില്ലാത്തവനും, ബന്ധങ്ങളുള്ളവനും ബന്ധങ്ങളില്ലാത്തവനും, കാർ ഉള്ളവനും കാർ ഇല്ലാത്തവനും. യെസ് ഓർ നോ? ഇന്ന് ആ കെട്ട് പൊട്ടുക. നോ നോ നോ, എൻ്റെ വാക്കുകൊണ്ടല്ല, അഗ്നിയാൽ. ഭാരതത്തിന് കുറെ അപ്പോസ്തലന്മാരെ വേണം. ഭാരതത്തിന് കുറെ പ്രവാചകന്മാരെ വേണം. ഇന്ത്യൻ സഭകൾക്ക് സുവിശേഷകന്മാർ വേണം. ഇന്ത്യൻ സഭകൾക്ക് ഉണർവിന്റെ ജ്വാലയായി നിൽക്കാൻ ചിലരെ വേണം. പലരും തള്ളിക്കളയുമ്പോ സ്റ്റേജിൽ ഇരുന്ന് കണ്ണ് നിറയും. പക്ഷെ ഒരു തുള്ളി കണ്ണുനീർ ഒരു ഭൂതത്തെ ഇളക്കുന്ന അഭിഷേകമായി വ്യാപരിക്കുക. ഒരു തുള്ളി കണ്ണുനീർ അഭിഷേകത്തിന്റെ പകർച്ചയായി മാറുകയാ. തള്ളപ്പെട്ടവരുണ്ടോ? ഉടഞ്ഞ പാത്രങ്ങളുണ്ടോ? ഇന്ന് കർത്താവ് പ്രവചിക്കുകയാ. അഗ്നിയുടെ അഭിഷേക സ്കിന്നിൽ പതിയാൻ പോകുകയാ. നമ്മളെല്ലാം സ്നാനപ്പെട്ടവരാ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരാ. സ്നാനപ്പെട്ട് കയറി കഴിഞ്ഞ് നമ്മൾ ചെയ്തത് തോർത്തി പഴയ പോലെ സ്കിന്നായി. ഇത് ജലസ്നാനം, കാഴ്ചയിലൊന്നുമില്ല. പക്ഷെ അഗ്നി സ്നാനം കാണാൻ പറ്റും. എന്താ വേണ്ടാത്ത? വേണ്ട, ഒരു കനല് വേണ്ട. ഒരു 50 പൈസ മെഴുകുതിരി വീണ് പൊള്ളിയാ മതിയല്ലോ, സ്കിന്നിൽ അറിയാലോ. നീ സ്കിന്നെ നോക്കുമ്പോ പൊള്ളലൊന്നും ഇല്ലേനും പിശാച് നോക്കുമ്പോ കാണാൻ കഴിയും. ഈവൻ തീ തൊട്ടവനാ, തീ തൊട്ട് മൈറ്റി അനോയിന്റിംഗ്. ഞാനിത് പറയുമ്പോൾ ഇതിന്റെ അകത്ത് നിൽക്കുന്ന യങ്സ്റ്റേഴ്സ്, ഇതിന്റെ അകത്ത് നിൽക്കുന്ന അഭിഷിക്തന്മാർ, ഇതിന്റെ അകത്ത് നിൽക്കുന്ന സഹോദരിമാർ, നിനക്ക് നോക്കിയിട്ട് കാണാൻ മേല. നിന്റെ സംഘടനയിലെ നേതാവ് നോക്കിയിട്ട് കണ്ടില്ല. നിന്റെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചവൻ സമ്മതിക്കുകയില്ല. സ്കിന്ന് പഴയ സ്കിന്നാ. അപ്പനും പറയും പഴയ സ്കിന്നാ. കൂടപ്പറപ്പ് പറയും ഇത് എനിക്കറിയരുതോ സുനിലിനെ, ഇത് പഴയ സ്കിന്നാന്നേ. സഭയെന്ന് പോയ വിശ്വാസി പറയും ഐ നോ വെരി വെൽ, പഴയ സ്കിന്നാ. പക്ഷെ ഉദയം കുളങ്ങരയിലെ പിശാച് പറയോ ഇത് പഴയ ബിസിനസ് ചെയ്ത സ്കിന്നല്ല, ഇത് തീ വീണ സ്കിന്നാ. ഇത് പറ്റുവോ? സമ്മതിക്കാൻ പറ്റുന്നവർ എത്ര പേരുന്ന് പകൽ ഇതിന്റെ അകത്തുണ്ട്? ചാടി പിടിച്ചേ പറ്റോ. എന്നോട് കർത്താവ് പറയും ഇന്ന് പ്ലാറ്റ്ഫോമിൽ തിളങ്ങുന്ന ദൈവദാസന്മാരെ വിടുന്നി, നിന്നെ അതിശക്തമായി ഈ സ്കിന്നിനെ മാറ്റി പതിഞ്ഞു. ആരിലാ ഇത് പതിഞ്ഞെന്നറിയാമോ? രാത്രി മുഴുവൻ മീൻപിടുത്തം, രാത്രിയിലെ മഞ്ഞ്, വെള്ളത്തിന്റെ തണുപ്പ്, പകലത്തെ വെയില് എല്ലാം ഏറ്റ മുക്കുവാൻ ഈ തീ ഒന്ന് പതിഞ്ഞപ്പോ എല്ലാരും ചേർന്ന് പറ പതിഞ്ഞു. പോരാ, ഇത്ര ശബ്ദം പോരാ. സഭ മുഴുവൻ വായി തുറന്ന് പറ. ആ പതിഞ്ഞപ്പോ പണ്ടത്തെ മുക്കുവ സ്കിന്നല്ല, വെയില് ഏറ്റു വാടിയ സ്കിന്നല്ല, പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞും കൊണ്ട് കരിവാളിച്ച സ്കിന്നല്ല. ഈ സ്കിൻ അഗ്നി അങ്ങോട്ട് തോട്ടു. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെ പലരും അംഗീകരിക്കുന്നില്ല. ഇതാ പ്രശ്നം. പലരുടെയും പ്രോബ്ലം ഇതാ. നിങ്ങളെ രഹസ്യമായി അംഗീകരിക്കുന്നുണ്ട്, പരസ്യമായി നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. യെസ് ഓർ നോ? സമ്മതിച്ചേ പറ്റൂ. ഞാൻ ഇന്ന് ഡിക്ലെയർ ചെയ്യുക, ഈ അന്തരീക്ഷത്തിൽ ഇത് കേറട്ടെ. ഈ വചനം പരസ്യമായി നിന്നെ അംഗീകരിക്കാൻ പോവാ. ഒറ്റ മരുന്നേ ഉള്ളൂ, അഗ്നി നിന്റെ മേൽ വ്യാപരിക്കുക. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് പാദമാതി പഠിക്കേ. പ്രാണനാഥേ പോയതായ പാദമാതി ഈ ലോകേരാക്ഷേപം ചൊല്ലിയാലോ
ദുഷ്ടർ പരിഹാസം ഓതിയാലോ ഈ ലോകേ ചൊല്ലിയാലോ ദുഷ്ടർ പരിഹാസം ഓതിയാലോ പ്രാണനാഥേ പോയതായ പാദമതി പ്രാണനാഥേ പോയതായ പാദമതി ഈ ലോകേ ആക്ഷേപം ചൊല്ലിയാലോ ദുഷ്ട പരിഹാസം ഓതിയാലോ ഈ ലോകൻ ആക്ഷേപം ചൊല്ലിയാലോ ദുഷ്ട പരിഹാസം ഓതിയാലോ പ്രാണനാഥേ പോയതായ പാദമതി പ്രാണനാഥേ പോയതായ പാദമതി നിരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസോദിയാലും ഈ ലോക ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസോദിയാലും പ്രാണനാഥേ പോയതായ പാദമതി പ്രാണനാഥേ പോയതായ പാദമതി ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസോദിയാലും ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസമോദിയാലും പ്രാണനാഥേ പോയതായ പാദമതി പ്രാണനാഥേ പോയതായ പാദമതി. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ രാജേഷ് എന്നൊരു പേര് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി എന്നെ വ്യക്തമായി ഇടപെടുന്നു. ആ പേരിനോട് ബന്ധപ്പെട്ട് ഒരു വലിയ അഭിഷേകം ചലിക്കുകയും ആ വീട്ടിൽ രണ്ടുപേർ അഭിഷേകത്തിന്റെ തീജ്വാലയായി മാറിയിട്ട് ഭയങ്കര ശക്തിയോടെ ദൈവാത്മാവ് എന്നെ ഒരു ചർച്ച് ഹോളും കൂടി കാണിക്കുന്നു. അതിനോട് ചേർന്നൊരു ഭയങ്കര അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധ രാജേഷ് മൈറ്റി അനോയിന്റിംഗ്. പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക. ഓ സഖനിയ ബഹാറ ദാസ് എല്ലാവരും പ്രാർത്ഥിക്കുക, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. പ്രസാദ്, ഒരു പ്രസാദിനെ ദൈവാത്മാവ് കാണിക്കുന്നു. പ്രസാദ് ഒരു അതിശക്തമായ അഭിഷേക, അതിശക്തമായ തീയ, അതിശക്തമായ അഭിഷേക, അതിശക്തമായ ഫയർ ദൈവത്തിന്റെ ആത്മാവ്. ആ പേരുള്ള വ്യക്തി കൈ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ പ്രസാദ് റബാ ശാഖ പ്രസാദ് 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 ശക്തി ഇറങ്ങുക. എല്ലാവരും പ്രാപിക്കേണ്ട സമയമായത്. ഒറ്റ പ്രാർത്ഥന മാത്രം. എനിക്ക് ആത്മാവിന്റെ ഒരു തീ വേണം, എന്നെ ആത്മാവൊന്ന് തൊടണം. എല്ലാവരുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ, എനിക്ക് തന്നെ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ഉയർത്തിയ കരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുകയാണ്. കണ്ണു നിറഞ്ഞ കരഞ്ഞവർ നിന്റെ അകത്തുണ്ടല്ലോ, കണ്ണു നിറഞ്ഞ കരഞ്ഞ നിലവിളിച്ചവർ നിന്റെ അകത്തുണ്ട്. എന്നെ ഒരു വ്യക്തിയെ ദൈവാത്മാവ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. മിനിസ്ട്രിയിൽ ഒത്തിരി തട്ട് കിട്ടി, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് മനസ്സ് മടുത്തിരിക്കുന്ന ഒരു വ്യക്തി. ഇന്ന് കർത്താവ് നിന്നോട് പറയുന്നു, നീ മടുത്തിരിക്കണ്ട. ഇന്ന് കർത്താവ് നിന്നെ പുറത്തെടുക്കാൻ പോവാ. കണ്ണടച്ചേ. ഓ രാമശി മഹസിയനാരേ
ആൽബിനിയാസീന രാജനാരേ ഓ മസിയാനാരേ വായി തുറന്നേ അംധാനാസേ മഹാദാനാസേ ഓ മഹാരാജാനാസേ ഗൈലാനി സാന്നിധ്യം സാന്നിധ്യം ഹാദേനാരേ ദിൽഗൈലി മാസി വൽകാനി സാരേ ഹംദൽ വഹനാസീനി രാജാനാരേ ഓ മസാരാജാരേ എല്ലാവരും വായി തുറന്ന് അന്യഭാഷകൾ 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 ഓ സാ 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 ഓ റാ സാ 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 ഓ ഈ പ്ലാറ്റ്ഫോം മുഴുവൻ ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു ഈ സദസ്സിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു ശുശ്രൂഷ തുടങ്ങുക ശുശ്രൂഷ തുടങ്ങുക ശക്തി പ്രാവശ്യം അവനെ ഒന്ന് വിളിക്കാവോ? Holy Spirit, Holy Spirit, വിളിക്കുക, 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 പരിശുദ്ധാത്മാവേ. ഈ ലോകം ആക്ഷേപം
പാട്ടിൽ ഇങ്ങനെ അഭിഷേകമുണ്ടോ? അപ്പൊ ഒരു വരിക്കകത്ത് എന്താ അഭിഷേകമാ? അങ്ങനെങ്കിൽ എഴുതിയ ആളെ കാണാൻ പറ്റിയില്ലല്ലോ. കാണാൻ പറ്റിയില്ലെങ്കിലും ന്യൂ ജനറേഷൻ ഒരു സല്യൂട്ട് ചെയ്യാൻ തയ്യാറാ. കണ്ടില്ലെങ്കിലും തയ്യാറാ, ഞങ്ങൾ തയ്യാറാ. പ്രാണനാഥൻ